ന്യൂസ് മോർണിംഗിലേക്ക് വീണ്ടും എത്തുമ്പോൾ നമുക്കൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് UDF ഒട്ടുമിക്കിടത്തൊക്കെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കി വരുന്നുണ്ട്. വലിയ തർക്കമോ തമ്മിലടിയോ ഒന്നും കാണുന്നില്ല. കോട്ടയത്ത് എന്താണ് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. കോട്ടയത്ത് ലീഗ് സീറ്റുകളിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ ലീഗ് ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കമാണ് ഈ അതൃപ്തിക്ക് കാരണം. ജില്ലാ പഞ്ചായത്തിൽ മുണ്ടക്കൈ എരുമേലി ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്നും ലീഗ് നേതൃത്വം UDF ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെടും. പായിപ്പാട് പഞ്ചായത്തിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയ പല വാർഡുകളും ലീഗ് സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ ജയസാധ്യതയുണ്ടെന്നും നേതൃത്വം അവകാശപ്പെടുന്നു. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, അപ്പോൾ കോട്ടയത്ത് എങ്ങനെയാണ് UDFൽ ഈ സീറ്റ് ഷെയറിംഗ് ചർച്ചകളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ചില സീറ്റുകളൊക്കെ ലീഗിന്റെ കയ്യിലുള്ള സീറ്റുകൾ കോൺഗ്രസിന് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ആ അർത്ഥത്തിൽ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ടോ? ചർച്ച എവിടം വരെ എത്തിയിട്ടുണ്ട് നിലവിൽ? ഗുഡ് മോർണിംഗ് ജിൽസി, ദിവ്യ. എന്തായാലും ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. UDFന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയത്ത് ഭൂരിഭാഗം സീറ്റുകളിലും ധാരണയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലീഗ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപവും അല്ലെങ്കിൽ അവരുടെ അതൃപ്തിക്ക് കാരണം പ്രധാനമായും ലീഗ് മത്സരിച്ച് വിജയിച്ച ചില സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതാണ് ലീഗ് നേതൃത്വത്തിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. UDF ജില്ലാ നേതൃത്വത്തെ അതിന്റെ അതൃപ്തി ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. പ്രധാനമായും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ലീഗ് മത്സരിച്ച് 2 വാർഡുകൾ, അതിൽ വിജയിച്ച വാർഡ് അടക്കം അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ അത്തരത്തിലുള്ള പ്രചാരണം തുടങ്ങിയിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ലീഗിന് അതൃപ്തിയുണ്ട്. കൂടാതെ ചങ്ങനാശ്ശേരി നഗരസഭയിൽ 28ാം വാർഡ് സിറ്റിംഗ് സീറ്റ് ലീഗ് സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതായിരുന്നു. ആ സീറ്റും ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക തലത്തിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് ലീഗിനെ അതൃപ്തിക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ ലീഗിന്റെ അമർഷത്തിന് കാരണം. കൂടാതെ നഗരസഭകളിൽ കോട്ടയത്ത് 2 സീറ്റ് ധാരണയായിട്ടുണ്ട്. കോട്ടയം നഗരസഭയിൽ മറ്റ് നഗരസഭകളിലും വൈക്കം, അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ അടക്കമുള്ള നഗരസഭകളിലും പ്രാതിനിധ്യം വേണമെന്നുള്ള ആവശ്യമാണ് ലീഗ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷൻ അധികമായി വന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണ ലീഗ് ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷനിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, അല്ലെങ്കിൽ അതിൽ പ്രാതിനിധ്യം നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയപ്പോൾ ഇത്തവണ അത് പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് ലീഗ് നേതൃത്വത്തിന് ലഭിച്ചു എന്നാണ് ലീഗ് പറയുന്നത്. പക്ഷേ അത് പ്രധാനമായും ലീഗിന് സ്വാധീനമുള്ള എരുമേലി, കാഞ്ഞിരപ്പള്ളി ഡിവിഷനുകളിൽ ഏതെങ്കിലും, മുണ്ടക്കയം ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യമാണ്. പക്ഷേ അക്കാര്യവും കോൺഗ്രസ് നേതൃത്വം നിരാകരിച്ചിരിക്കുകയാണെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. എന്തായാലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നാളെ വീണ്ടും ചർച്ച നടക്കുന്നുണ്ട്. ഔദ്യോഗികമായി ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇരിക്കുന്നുണ്ട്. അതിലൊരു ധാരണയാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നൽകാൻ സാധിക്കില്ല. അത് നിലവിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു പരസ്യ പ്രതികരണത്തിന് ലീഗ് നേതാക്കൾ തയ്യാറാകുന്നുമില്ല. എന്തായാലും ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രമ്യമായ പ്രശ്നം പരിഹരിക്കുമെന്ന് UDF നേതൃത്വം പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഈ ലീഗിന്റെയും UDFന്റെയും ഒക്കെ ഭിന്നത പലയിടങ്ങളിലും മുതലാക്കാൻ LDF ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ലീഗ് നേതൃത്വത്തിന് അതിർത്തിയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയൊക്കെയും സ്വാധീനമില്ലാത്ത മേഖലയിൽ ഒരു ഇടപെടൽ നടത്താമെന്നും LDF കരുതുന്നു. അതേസമയം കോൺഗ്രസ് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലീഗിന് ഏറെ സ്വാധീനമുള്ള ഈരാറ്റുപേട്ട നഗരസഭയിൽ 17 സീറ്റുകളിൽ ലീഗ് മത്സരിക്കുന്നു. കോൺഗ്രസ് 9 സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. സ്വാധീനമുള്ള മേഖലകളിൽ ലീഗിനെ പരിഗണിക്കുന്നുണ്ട്. മറ്റു കക്ഷികൾ 3 പേർ മാത്രമാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും സ്വാധീനമുള്ള സ്ഥലങ്ങൾ ലീഗിന് അവസരങ്ങൾ നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രാതിനിധ്യം നൽകുന്നുണ്ടോ എന്നാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. അതോടൊപ്പം ലീഗ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പായിപ്പാട് പഞ്ചായത്തിൽ പല സീറ്റുകളിലും 3ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ കോൺഗ്രസ് പിന്തള്ളപ്പെട്ടിരുന്നു. അവിടെ SDPI വിജയിച്ച വാർഡുകളുണ്ട്. അവിടെ ഒരുപക്ഷെ ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ലീഗിന് വിജയസാധ്യതയുണ്ട്. അക്കാര്യം കൂടി ലീഗ് നേതൃത്വം UDF ജില്ലാ നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നാളെ വീണ്ടും ഉഭയകക്ഷി ചർച്ചയുണ്ട്. ഉഭയകക്ഷി ചർച്ചയിൽ ലീഗിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. രമ്യമായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് UDF നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും പ്രശ്നം ഒരുപാട് രൂക്ഷമാകാനിടയില്ല. കാരണം രമ്യമായി പരിഹരിക്കാൻ UDFൽ എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ആ തർക്കങ്ങൾ മുതലെടുത്താണ് പലപ്പോഴും LDF നേട്ടം കൊയ്യാറുള്ളത്.